അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ ഫലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ മുഹമ്മദിൻ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഫയാ അയ്യുഹൽ കിറാം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല വഉലിൽ അംരി മിൻകും ഫഇൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വർ-റസൂൽ ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ ദാലിക ഖൈറുൻ വഅഹ്സനു തഅ്വീല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബോധങ്ങൾ അവതരിപ്പിക്കാനാണ് കൊണ്ട് ഒരു നബിയെ ഉണ്ടാക്കുകയും അയാളെ ഇല്ലാതാക്കുകയും ചെയ്യേണ്ട ഒരു കാര്യം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വം അംഗീകരിക്കുന്ന ഏതൊരാൾക്കും നിർബന്ധമായ കാര്യം അദ്ദേഹം പ്രവാചകന്മാരിൽ അവസാന വ്യക്തിയാണ് എന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന മുഹമ്മദുർ റസൂലുള്ളയിൽ എല്ലാ ജീവിത ഗന്ധിയായ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതമാണ് മാതൃകയാക്കേണ്ടത്. അതിനപ്പുറം വേറെ ഒരാളെയും ആ തരത്തിൽ അംഗീകരിക്കാൻ പാടില്ല എന്ന കാര്യം ഉൾക്കൊള്ളുമ്പോൾ തന്നെ അവസാന പ്രവാചകൻ എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കൂടുതൽ തെളിവുകൾ അവതരിപ്പിക്കേണ്ട ഒരു സദസ്സല്ല ഇത് എന്നെനിക്കറിയാം. സൂറ നിസായിലെ 59-ാമത്തെ വചനമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. നമുക്ക് വിവിധ ഘട്ടങ്ങളിലൊക്കെ, പ്രസംഗങ്ങളിലൊക്കെ, സന്ദർഭങ്ങളിലൊക്കെ നാം പലവരും കേൾക്കുകയും ഗ്രഹിക്കുകയും ചെയ്ത ആയത്താണിത്. അള്ളാഹുവിനെയും റസൂലിനെയും അംഗീകരിക്കണം, അനുസരിക്കണം എന്ന് പറഞ്ഞതിന് ശേഷം വല്ല അഭിപ്രായ വ്യത്യാസവും ഏതെങ്കിലും പ്രശ്നങ്ങളിൽ എന്തെങ്കിലും തർക്കങ്ങൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങൾ അള്ളാഹുവിലേക്കും റസൂലിലേക്കും കാര്യങ്ങൾ മടക്കണം എന്ന കാര്യം വളരെ നിർബന്ധമായും വിശ്വാസികളായ, അള്ളാഹുവിലും പരലോകത്തിലും വിശ്വാസികളായ എല്ലാ ആൾക്കാർക്കും നിർബന്ധമായും ഈ ആയത്ത് കൽപ്പിക്കുന്നു. അതിനപ്പുറം ഖൈറായതോ ഏറ്റവും നല്ല വ്യാഖ്യാനമായതോ മറ്റൊന്നുമില്ല എന്നും ഈ ആയത്ത് തെര്യപ്പെടുത്തുന്നുണ്ട്. അഥവാ വേറൊരു നബി വന്നിട്ട് ഈ കാര്യങ്ങൾ വിശദീകരിക്കട്ടെ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗ കാലഘട്ടത്തിന് കുറേ ശേഷം മറ്റൊരു നബി വന്നാൽ ആ നബിയെ അംഗീകരിക്കട്ടെ എന്ന് ഖുർആൻ പറയുകയോ കൽപ്പിക്കുകയോ ചെയ്തിട്ടില്ല. മുമ്പ്, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പുള്ള പ്രവാചകന്മാരിൽ അവരുടെ ചരിത്രം വിശുദ്ധ ഖുർആൻ പ്രതിപാദിച്ചിടത്തൊക്കെ, അവരുടെ സംഭവങ്ങൾ പറഞ്ഞിടത്തൊക്കെ പറഞ്ഞ കാര്യം മുമ്പുള്ളതിനെയും ശേഷം വരുന്നതിനെയും പറ്റി അറിയിച്ചുകൊണ്ടാണ്. ഉദാഹരണത്തിന് ഈസാ അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് തൗറാത്തും ഇഞ്ചീലും അംഗീകരിക്കുകയും അദ്ദേഹം കൊണ്ടുവന്ന കാര്യം പറയുകയും കേൾക്കുകയും ചെയ്യണം എന്ന് പറയുകയും തുടർന്ന് മറ്റൊരു പ്രവാചകനെയോ മുബശ്ശിറൻ ബി റസൂലിൻ യഅ്തി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്,
അഹമ്മദ് എന്ന പേരിൽ വരുന്ന ഒരു പ്രവാചകനെ സംബന്ധിച്ച് സുവിശേഷം അറിയിക്കുന്ന ആളായുമാണ് ഈസാ അലൈഹിസ്സലാം നിയോഗിക്കപ്പെട്ടത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അഹമ്മദ് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന കാര്യം ആർക്കെങ്കിലും സംശയമുണ്ടാവുകയില്ല. അല്ല, ഇവിടെ ഒരു പ്രവാചകനെ പറ്റി അവതരിപ്പിക്കാൻ പോകുന്ന ഈ മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി പോലും ഈ കാര്യം അംഗീകരിച്ചിട്ടുണ്ട് എന്നതും കൂടെ ചേർത്ത് വായിക്കേണ്ടതാണ്. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ശേഷം വരുന്ന പ്രവാചകനെ സംബന്ധിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആ കാര്യമാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. വിശുദ്ധ ഖുർആനിൽ അങ്ങനെയില്ല. കൂടുതൽ ആയത്തുകൾ വിശകലനം ചെയ്യാൻ സമയം പരിമിതി കൊണ്ട് തുനിയുന്നില്ല. നാം സാധാരണ കേൾക്കാറുള്ള, ഏതൊരു വേദിയിലും കേൾക്കാറുള്ള ഒരു ഹദീസ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. തറക്തു ഫീക്കും അംറൈൻ ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നത റസൂലിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ ജീവിതാവസാന കാലഘട്ടത്തിൽ പറഞ്ഞ ഒരു കാര്യം, ഞാൻ നിങ്ങളെ വിട്ടേച്ചു പോകുന്നത് രണ്ട് കാര്യങ്ങൾ നിങ്ങളിൽ അവശേഷിപ്പിച്ചുകൊണ്ടാണ്. അത് അള്ളാഹുവിൻ്റെ കിതാബും അള്ളാഹുവിൻ്റെ ദൂതൻ്റെ ചര്യയും. അത് മുറുകെ പിടിക്കുവോളം കാലം നിങ്ങൾ വഴി പിഴക്കുകയില്ല എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞിട്ടുള്ളത്. ശേഷം വരുന്ന ഒരു നബിയെ പറ്റി പറയുകയോ സൂചിപ്പിക്കുകയോ ചെയ്യുകയുണ്ടായിട്ടില്ല എന്നത് നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. അതുമാത്രമല്ല, ഏതൊരു നല്ല കാര്യങ്ങൾക്കും അസ്ലിയായ ശരിയായ കാര്യങ്ങൾക്കും ഡ്യൂപ്ലിക്കേറ്റുകൾ പ്രത്യക്ഷപ്പെടുക ഈ കാലഘട്ടത്തിൽ ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല. എന്തിനും ഒറിജിനലിലെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റുകൾ നിർമ്മിക്കാൻ കഴിയുന്നവരോ ഉപയോഗിക്കാൻ താല്പര്യം കാണിക്കുന്നവരോ ആയ നമുക്ക് ഒരു ഡ്യൂപ്ലിക്കേറ്റിനെ സംബന്ധിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ആ ഡ്യൂപ്ലിക്കേറ്റ് വരുമ്പോൾ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന കാലഘട്ടത്തിൽ തന്നെ, ജീവിത കാലഘട്ടത്തിൽ തന്നെ നബിക്ക് പകരമായോ അല്ലെങ്കിൽ ഏരിയ തിരിച്ചുകൊണ്ടോ ഒക്കെയുള്ള കള്ളപ്രവാചകന്മാർ പ്രത്യക്ഷപ്പെടുകയുണ്ടായിട്ടുണ്ട്. അവരെ പറ്റി എന്ത് സമീപനം റസൂലുള്ളാഹി സ്വീകരിച്ചു എന്നതും നാം പ്രത്യേകം കണക്കിലെടുക്കേണ്ട ഒരു കാര്യമാണ്. മുസൈലിമത്തുൽ കദ്ദാബിനെ പറ്റിയും അസ്വദുൽ അൻസിയെ പറ്റിയും തുഹലേഹത്തിനെ പറ്റിയുമൊക്കെ ചരിത്രങ്ങളിൽ നാം കേട്ടിട്ടുണ്ട്. അവരെയൊക്കെ ഏതെങ്കിലും തരത്തിൽ അംഗീകരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യുകയോ ചെയ്യുന്നതിന് പകരം വളരെ കർക്കശമായും അവരെ എതിർക്കുകയും അവരെ പറ്റി കള്ളന്മാർ എന്ന് സംബോധന ചെയ്യുകയാണ് റസൂലുള്ളാഹി ചെയ്തിട്ടുള്ളത്. മുസൈലിമത്തിനെ പറ്റി മുസൈലിമത്തുൽ കദ്ദാബ് എന്നാണ് ചരിത്രങ്ങളിൽ നാം വായിക്കുന്നത്. ആരാണ് ഈ കദ്ദാബ് എന്ന വിശേഷണം ഇയാൾക്ക് ചാർത്തി കൊടുത്തത്? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ. മുസൈലിമത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എഴുതിയിരുന്ന ഒരു എഴുത്തിൽ മിൻ ഇലാ മുസൈലിമത്തി റസൂലില്ല മിൻ മുസൈലിമത്തി റസൂലില്ല ഇലാ മുഹമ്മദിൻ റസൂലില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഫ്രം ടു എഴുതിക്കൊണ്ടുള്ള ഒരു കത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലഭിക്കുകയുണ്ടായി. ഒരു റസൂല് വേറൊരു റസൂലിന് എഴുതുന്ന എഴുത്ത്, മുസൈലിമത്ത് എന്ന റസൂല് മുഹമ്മദ് എന്ന റസൂലിന് എഴുതുന്ന എഴുത്ത്. ഈ എഴുത്തിന് റസൂലുള്ളാഹി മറുപടി നൽകിയത് മിൻ മുഹമ്മദിൻ റസൂലില്ല ഇലാ മുസൈലിമത്തിൽ കദ്ദാബ് എന്നായിരുന്നു. അള്ളാഹുവിൻ്റെ ദൂതനായ മുഹമ്മദ് കള്ളനായ മുസൈലിമത്തിന് എന്നായിരുന്നു. ഇത്രയും രൂക്ഷമായ രൂപത്തിൽ ആരെങ്കിലും റസൂലുള്ളാഹി വിമർശിച്ചിട്ടുണ്ടോ എന്നത് നാം ചരിത്രത്തിൽ പരതേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ കള്ളൻ എന്ന പ്രയോഗം
കദ്ദാബ് എന്ന പ്രയോഗം റസൂലുള്ള ചാർത്തി നൽകിയതാണ്. റസൂലുള്ളയുടെ കൂടെയോ ശേഷമോ ഏതെങ്കിലും ഒരു പ്രവാചകൻ വരികയായിരുന്നുവെങ്കിൽ ആ ഒരു പ്രയോഗം തന്നെ റസൂലുള്ള നടത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാനേ നിവൃത്തിയില്ല. അല്ല, അങ്ങനെ ഒരു സംഭവ വികാസം ഉണ്ടാവുമ്പോൾ എന്തെല്ലാം സംഭവങ്ങളെ സംബന്ധിച്ച് റസൂലുള്ള ഭാവിയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് റസൂലുള്ള പ്രഖ്യാപിക്കുകയുണ്ടായിട്ടുണ്ട്, പ്രവചനം നടത്തുകയുണ്ടായിട്ടുണ്ട്. എന്നാൽ ഒരു നബിയെ പറ്റി വരും എന്നതിനെക്കുറിച്ചോ എന്തെങ്കിലും വ്യക്തിഗതമായി പോലും റസൂലുള്ള സൂചിപ്പിക്കുകയുണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഖണ്ഡിതമായി എൻ്റെ ശേഷം പ്രവാചകനില്ല, ലാ നബിയ ബഅദി. വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് പോലെ വലാകിൻ റസൂലുള്ളാഹി വ ഖാതമൻ നബിയ്യീൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളിൽ ഒരാളുടെയും പിതാവല്ല, അള്ളാഹുവിൻ്റെ ദൂതനാണ്, പ്രവാചകന്മാരിൽ അവസാനത്തെ ആളുമാണ് എന്ന വിശുദ്ധ ഖുർആനിൻ്റെ പ്രഖ്യാപനം അത് ആണിയിട്ടുറപ്പിക്കുന്ന തരത്തിൽ എൻ്റെ ശേഷം പ്രവാചകരേ ഇല്ല, ലാ നബിയ ബഅദി. ലാ നബിയ ബഅദി എന്ന പ്രയോഗം ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിനോട് സമാനമായിട്ടുള്ളതാണ്. അതായത് അള്ളാഹു അല്ലാതെ ഒരു ഇലാഹ ഇല്ല. അല്പമൊക്കെ പള്ളിദർസിൽ പഠിച്ചിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഒരു രൂപം പറയട്ടെ, ഇലാഹിൻ്റെ ജിൻസേ ഇല്ല, ഇലാഹ് എന്ന് പറയുന്ന ഒരു ജാതിയേ ഇല്ല എന്നാണല്ലോ ലാ ഇലാഹ ഇല്ലല്ലാ. ലാ നബിയ്യ ബഅദി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള നബിയേ ഇല്ല, നബിയുടെ ജിൻസേ ഇല്ല എന്നാണ് റസൂലുള്ള പറഞ്ഞിട്ടുള്ളതൊക്കെ. നമുക്ക് ഹദീസുകൾ പലപ്പോഴും നമ്മൾ കേട്ടുള്ളതായിരിക്കും, അത്ര വിശദമായിട്ട് എനിക്ക് പറയാൻ അവസരമില്ല. അപ്പോൾ ഈ രൂപത്തിൽ ഖണ്ഡിതമായി കട്ടൻട്രിയായി നിഷേധിച്ച ഒരു കാര്യത്തെ ആസ്പദപ്പെടുത്തിയിട്ട് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ആയത്തുകളോ ഹദീസുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആൾക്കാരുടെ വാക്കുകളോ ദുർവ്യാഖ്യാനം ചെയ്തിട്ടൊരു പ്രവാചകൻ അവതരിക്കുകയാണെങ്കിൽ, പ്രവാചകൻ വന്നു ചേരുകയാണെങ്കിൽ, അഥവാ ആണ് എന്ന് അവകാശപ്പെടുകയാണെങ്കിൽ നാം അയാളോട് സ്വീകരിക്കേണ്ട രീതിയെക്കുറിച്ചാണ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് സൂചന നൽകുന്നത്. വിശുദ്ധ ഖുർആൻ, മറ്റൊരു കാര്യം, വിശുദ്ധ ഖുർആൻ ആരാണ് ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കേണ്ടത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം പ്രവാചകനുണ്ട് എന്ന ഖാദിയാനികൾ പറയുന്നുണ്ടെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന വിശുദ്ധ ഖുർആനിന് ശേഷം മറ്റൊരു വേദഗ്രന്ഥമുണ്ട് എന്ന് വ്യക്തമായി സൂചനകൾ നൽകിയിട്ടുണ്ടെങ്കിലും വ്യക്തമായി അവരാരും പറയുന്നില്ല. അവർ പറയുന്നത് ഖുർആൻ തന്നെയാണ്. ഈ ഖുർആൻ ആരാണ് വിശദീകരിച്ചു കൊടുക്കേണ്ടത്, ആരാണ് വിവരിച്ചു കൊടുക്കേണ്ടത്? വളരെ സ്പഷ്ടമായി സൂറത്തുൻ നഹലിലെ 44-ാം വചനത്തിലും 64-ാം വചനത്തിലും ഈ കാര്യം അള്ളാഹു വിവരിക്കുന്നുണ്ട്. വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം. വഅൻസൽനാ ഇലൈക ദിക്റ, നിനക്ക് നാം ദിക്ർ അവതരിപ്പിച്ചു, ഖുർആൻ അവതരിപ്പിച്ചു. എന്തിന്? ലിതുബയ്യിന, നീ വിവരിച്ചു കൊടുക്കാൻ വേണ്ടി, ലിന്നാസി ജനങ്ങൾക്ക്, മാ നുസില ഇലൈഹിം അവർക്കിറക്കപ്പെട്ട കാര്യം, വലഅല്ലഹും യതഫക്കറൂൻ അവർ ചിന്തിക്കുന്നവരായി തീരുന്നതിനും വേണ്ടി. അപ്പോൾ ഇവിടെ ആരാണ് വിവരിച്ചു കൊടുക്കേണ്ടത്? വിവരണ അധികാരം, അതോറിറ്റി ആരാണ് എന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നു. നീ നബിയെ, നീ ലിതുബയ്യിന ലിന്നാസ്, ജനങ്ങൾക്ക് നീ വിവരിച്ചു കൊടുക്കാൻ വേണ്ടി. അല്ലാതെ ശേഷം വരുന്ന ഒരു പ്രവാചകനോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരോ അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം അത്ര അതോറിറ്റി മുസ്ലിംകൾ വേറൊരാൾക്കും നൽകുന്നില്ല. സർവസമ്മതമായി അംഗീകരിക്കുന്ന ഒരു കാര്യമാണിത് എന്ന് നമുക്കറിയാലോ. ഇമാം മാലിക് റഹ്മഹുല്ല, മാലിക് റഹ്മഹുല്ല വിശുദ്ധ മദീനയിലെ ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, മദീന പള്ളിയിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലാത്തപ്പോഴും ഒക്കെ അതിൻ്റെ ചാരത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ത്യവിശ്രമം കൊള്ളുന്നതിൻ്റെ ചാരത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലൊക്കെ അദ്ദേഹം റസൂലുള്ളാഹിയുടെ ഖബർ ചൂണ്ടിയിട്ട് പറയാറുണ്ടായിരുന്നു, ഈ ദീനിൽ ഏതെങ്കിലും ഒരു കാര്യം വേണമെന്നോ വേണ്ടെന്നോ പറയാനുള്ള അധികാരം അല്ലെങ്കിൽ ചോദ്യം ചെയ്യാതെ അംഗീകരിക്കേണ്ട അവകാശം
അത് ഇല്ലാ സാഹിബു ഹാദൽ ഖബർ, ഈ ഖബറിൻ്റെ ആളുടേതല്ലാതെ എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു. അപ്പോൾ വേറെ ഏതൊരു പണ്ഡിതൻ പറഞ്ഞാലും ആള് പറഞ്ഞാലും ഒക്കെ നബിയുടെ വാക്കുമായി യോജിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രമേ നമുക്ക് സ്വീകരിക്കാൻ പാടുള്ളൂ. അങ്ങനെ ഒരു അതോറിറ്റി, ആ അതോറിറ്റി പോലെ ഇസ്ലാമിലോ മുസ്ലിംകളുടെ ഇടയിലോ വേറെ ആരുമില്ല എന്നത് നമ്മൾ പൊതുവെ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. ശേഷം ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നുവെങ്കിൽ, ഉണ്ടാകാൻ സാധ്യത ഉണ്ടായിരുന്നുവെങ്കിൽ ആ പ്രവാചകനായിരുന്നു അത് വിവരിച്ചു കൊടുക്കേണ്ട കാര്യം. പഴയ പൂർവ്വ സമുദായങ്ങളുടെ കാര്യം എടുക്കുമ്പോൾ അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മൂസ അലൈഹിസ്സലാമിന് തൗറാത്തുമായി വന്നു. ഈ തൗറാത്ത് മൂസ അലൈഹിസ്സലാം വിവരിച്ചു. അദ്ദേഹത്തിൻ്റെ വിവരണ ശേഷം ഈസ അലൈഹിസ്സലാം വന്നപ്പോൾ തൗറാത്തിൻ്റെ വിശദീകരണം നടത്തേണ്ട ബാധ്യത, ഉത്തരവാദിത്വം ഈസ അലൈഹിസ്സലാമിനായി. ഞാൻ ആ കാര്യം അങ്ങനെ പറയുകയല്ല. വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അത് ആധികാരികമായി വിശദീകരിക്കാനുള്ള അർഹത, നേരത്തെ എൻ്റെ സ്നേഹിതൻ അബ്ദുൽ അഹദ് മദനി പറഞ്ഞതുപോലെ പുരോഹിതന്മാർക്കോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർക്കോ ഇതിൻ്റെ അധികാരം നൽകിയിട്ടില്ല. ഖുർആനുമായി യോജിക്കുന്ന തരത്തിലുള്ള ഹദീസുകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവരണങ്ങൾ, അത് മാത്രം അത് ആധികാരികമാണ് എന്ന് ഈ സൂറത്തുൻ നഹ്ലിലെ ഈ വചനം നമ്മെ മനസ്സിലാക്കുന്നു. ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം. അത് മാത്രമല്ല, സൂറത്തുൻ നഹ്ലിന്റെ 64-ാം വചനം ഇങ്ങനെയാണ്: വമാ അൻസൽനാ അലൈക്കൽ കിതാബ, നിനക്ക് നാം കിതാബ് ഇറക്കി തന്നിട്ടില്ല ഇല്ലാ ലിതുബയ്യിന ലഹും, നീ വിവരിച്ചു കൊടുക്കാൻ വേണ്ടിയല്ലാതെ അല്ലദി ഇഖ്തലഫൂ ഫീഹ്, അവർ ഭിന്നാഭിപ്രായത്തിലായിട്ടുള്ള കാര്യം അവർക്ക് നീ വിവരിച്ചു കൊടുക്കാൻ വേണ്ടി അല്ലാതെ നിനക്ക് ഇറക്കി തന്നിട്ടില്ല എന്ന്. അപ്പോൾ ഇവിടെയൊക്കെ വിവരണത്തിൻ്റെ അതോറിറ്റി, വിവരിച്ചു കൊടുക്കേണ്ട ആള്, വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനിക്കാനുള്ള അധികാരം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമാണ്. ശേഷം ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നുവെങ്കിൽ ആ പ്രവാചകനാകുമായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് നാം ഗ്രഹിക്കുക. സമയ പരിമിതി കൊണ്ട് ചുരുക്കുകയാണ് ഞാൻ. മീർസ ഗുലാം അഹമ്മദ് ഖാദിയാനിയെ സംബന്ധിച്ചിടത്തോളം പറയാൻ നിർബന്ധിതനാണ് ഈ വേളയിൽ ഞാൻ. അയാൾ പ്രവാചകനായി അവതരിച്ചതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഖാദിയാനി പ്രസ്ഥാനത്തെ പറ്റിയോ കേട്ടറിവുള്ള ആൾക്കാർക്ക് മാത്രമേ എൻ്റെ ഈ വാക്കുകൾ ഉപകാരപ്രദമായി തോന്നുകയുള്ളൂ എന്ന ഒരു വിരോധാഭാസവും കൂടി ഈ ഒരു സന്ദർഭത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നതും ഞാൻ അറിയിക്കട്ടെ. ഞാൻ വിശദമായി പറയാൻ സമയമില്ലാത്തതുകൊണ്ട് വളരെ ഹ്രസ്വമായ ചില കാര്യങ്ങൾ മാത്രം പറയട്ടെ. ഖാദിയാനികൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഇനിയും നബി വരാം എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആനിലെ 14-15 ആയത്തുകൾ വ്യാഖ്യാനിക്കാറുണ്ട്. കേരളത്തിലെ ബി അബ്ദുള്ള മൗലവി എച്ച് എന്ന ആള് എഴുതിയിട്ടുള്ള പ്രവാചകത്വം ഖുർആനിൽ എന്നതും പിന്നെ അത് കുറച്ചുകൂടി വിപുലീകരിച്ച് പ്രവാചകത്വം ഇസ്ലാമിൽ എന്നുമൊക്കെ ആയുള്ള പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള 14 ആയത്തുകൾ ശേഷം കൂട്ടിച്ചേർത്ത ഒരു ആയത്ത് 15. ഈ ആയത്തുകൾ വെച്ചിട്ടാണ് ഇനിയും നബി വരാം എന്ന് ഖാദിയാനികൾ പറയാറുള്ളത്. പക്ഷേ ആ ആയത്തുകളെ സംബന്ധിച്ച് ചിന്തിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് വളരെ വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരിക്കേണ്ടത്, ഈ ആയത്തുകളൊക്കെ ഉണ്ടായിട്ടും, വിശുദ്ധ ഖുർആനിൽ ഈ ആയത്തുകളൊക്കെ ഉണ്ടായിട്ടും ഒരു നബി വരാൻ ചാൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഈ കള്ളപ്രവാചകന്മാരായ ഒരുപാട് ആൾക്കാർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും മീർസ ഖാദിയാനികളെയും ഇടയിൽ ഉണ്ടാകുകയുണ്ടായി, വന്നു ചേരുകയുണ്ടായി. പല തലത്തും പല നബീനെ പറ്റി നമ്മൾ വിവരം പോലും അറിയാറില്ല. നിങ്ങൾക്ക് കേൾക്കണോ, ഇപ്പോൾ ഒരു നബി ജീവിച്ചിരിക്കുന്നുണ്ട്, അഥവാ ആകാശത്തല്ല ഭൂമിയിൽ തന്നെ മൗറീഷ്യസിൽ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നബി ഉണ്ട്. ആ വിവരം തന്നെ നമ്മൾ അറിഞ്ഞിട്ടില്ല. ആട്ടെ, ആ നബി ആണെങ്കിൽ അദ്ദേഹത്തെ പറ്റി നമ്മൾ അറിയുകയും അദ്ദേഹത്തിൻ്റെ പ്രബോധകരാവുകയും അനുയായികളാവുകയും ചെയ്യൽ നമുക്ക് നിർബന്ധമാണ്. കാരണം ഒരു നബിയെയും അവിശ്വസിക്കാൻ നമുക്ക് പാടില്ല തന്നെ. നമ്മളത് അംഗീകരിക്കുന്നുണ്ട്. ആമന്നാ ബില്ലാഹി
വലായികത്തിഹി വകുതുബിഹി വറുസുലിഹി ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലി, ഒരു പ്രവാചകനെയും വേർതിരിച്ച് മനസ്സിലാക്കാൻ, വേർപെടുത്താൻ, വ്യത്യസ്തപ്പെടുത്താൻ നമുക്ക് അധികാരമില്ല, വിശ്വസിക്കാൻ അധികാരമില്ല. ആണെങ്കിൽ വിശ്വസിക്കൽ നിർബന്ധം. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഒരു നബി ഇപ്പോഴും ഉണ്ട് മൗറീഷ്യസിൽ. ആട്ടെ, ഈ മീർസ ഖാദിയാനിയുടെ കാലഘട്ടം വരെയുള്ള ഒരുപാട് കള്ളപ്രവാചകന്മാർ വന്നിട്ടുണ്ട്. ആ കള്ളപ്രവാചകന്മാർ വന്നപ്പോഴൊന്നും അവരാരും ഈ ആയത്തുകൾ വെച്ചിട്ടാണ് ഞാൻ നബി ആയതെന്ന് പറഞ്ഞിട്ടില്ല. ഒന്ന്. മറ്റൊന്ന്, ഈ ആയത്തുകളൊക്കെ ഉണ്ടല്ലോ, ഖുർആന്റെ ഏതൊക്കെ തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വന്നു, വിശദീകരണങ്ങൾ വന്നു, ഏതൊക്കെ ഭാഷയിൽ വന്നു, അങ്ങനെ ഖുർആനെ എങ്ങനെയൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു. ഈ ആദ്യ കാലഘട്ടത്തിലോ ശേഷമുള്ള കാലഘട്ടത്തിലോ ആരും തന്നെ ഈ ആയത്ത് വെച്ചിട്ട് നബി വരാം, ഇനിയും വരാം എന്ന് ചിന്തിക്കുകയേ ഉണ്ടായിട്ടില്ല. മാത്രമല്ല, മീർസ ഖാദിയാനി പോലും ചില ആയത്തുകളെ ആ നബി വരാൻ പറ്റുന്നതാണ് എന്ന് വ്യാഖ്യാനിച്ചിട്ട് പോലും ഇല്ല എന്നുള്ളതാണ് ഇതിലെ വിചിത്രമായ വസ്തുത. അപ്പോൾ ആയത്തുകൾ ഏത് എന്ന് പറയാൻ എനിക്ക് അവസരമില്ല, സമയമില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഈ ഒരു കാര്യവും, ഈ ആയത്തുകൾ വെച്ച് നബി വരാമായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് പൂർവികരായ പണ്ഡിതന്മാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം ഉണ്ടായിട്ടുള്ള ഉലമാഉ വറസത്തുൽ അംബിയ എന്നാണല്ലോ, അവരാരെങ്കിലും ഈ ഒരു ആയത്തുകളെ ഇങ്ങനെ നബി വരാമെന്നതിന് വ്യാഖ്യാനിച്ചുവോ എന്നത് നാം പരിശോധിക്കേണ്ടത്. അങ്ങനെയല്ല. ബ്രിട്ടീഷുകാരിവിടെ മുസ്ലിംകളെയും അല്ല ഇന്ത്യക്കാരെയും ഒന്നാകെ അവരുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചപ്പോൾ ഏറ്റവും വലിയ അസ്വാരസ്യം ഉണ്ടായിരുന്നത് ഇവിടുത്തെ മുസ്ലിങ്ങൾക്കായിരുന്നുവല്ലോ. ചരിത്രം അറിയുന്നവർക്കറിയാം. 1000 വർഷം മുസ്ലിം പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭരിച്ച ഒരു ഇന്ത്യ, ആ ഇന്ത്യയിൽ മുസ്ലിംകളുടേതല്ലാത്ത, അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് നിർണായകമായ സ്വാധീനമില്ലാത്ത തരത്തിലുള്ള ഒരു ഭരണം വരുമ്പോൾ സ്വാഭാവികമായും മുസ്ലിങ്ങൾ അതിനെ എതിർക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. മാത്രമല്ല, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലുള്ള മുസ്ലിം പങ്കാളിത്തം, അത് ഈ ഒരു സദസ്സിനെ ഞാൻ ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യമൊന്നുമില്ല. എല്ലാ അർത്ഥത്തിലും ബ്രിട്ടീഷുകാർക്കെതിരായിരുന്നു മുസ്ലിംകൾ എന്നതൊരു ചരിത്ര സത്യമാണ്. ഭിന്നിപ്പിച്ച് ഭരിക്കാൻ വിദഗ്ധരായിട്ടുള്ള ബ്രിട്ടീഷുകാർ മുസ്ലിംകളെ വിശ്വാസപരമായി ഭിന്നിപ്പിക്കുകയും ഈ ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായി സംസാരിക്കുന്ന ഒരു പ്രവാചകനെ ഉണ്ടാക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ കാര്യം പരിഹരിക്കാം എന്ന വ്യാമോഹത്തിലാണ് ഒരു പ്രവാചകൻ അവതരിപ്പിക്കപ്പെടുന്നത്. ഇതിൻ്റെ ചാർജ് നിർവഹിച്ചിരുന്നത് M.A. ബട്ട്ലർ എന്ന ഒരു ആർച്ച് ബിഷപ്പായിരുന്നു എന്നതും ചരിത്ര വസ്തുതയാണ്. ആട്ടെ, ഒരു നബി വന്നിട്ട് കാര്യമായി എന്താണ് സാധാരണ പറയാറുള്ളത്? ആ കാര്യം കേൾക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും വിചിത്രമായി തോന്നുന്ന ഒരു കാര്യം. മീർസ ഖാദിയാനി പ്രവാചകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അവതരിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായിരുന്നു? എനിക്ക് എൻ്റെ ഇസ്ലാമിന് ദോ ഹിസ്സേഹൈ, ഇസ്ലാമിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് അള്ളാഹുവിനുള്ള ഇത്താഴത്ത്, രണ്ടാമത്തത് അള്ളാഹുവിനുള്ള അനുസരണം, രണ്ടാമത്തെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനുള്ള അനുസരണം. ഇത് തന്നെ ഇങ്ങനെ ഒരു ജൽപ്പനം ഉണ്ടാകുമ്പോൾ തന്നെ ആ ആളെ ആരാണ് പ്രവാചകനായി അയച്ചത് എന്ന് പറയേണ്ട, അല്ലെങ്കിൽ ചിന്തിച്ച് തലമുണ്ടാക്കേണ്ട ഒരു സാധ്യതയും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇസ്ലാമിനെ തന്നെ 2 ഭാഗമാക്കുകയും, ഒന്ന് അള്ളാഹുവിനെ അനുസരിക്കാനും രണ്ടാമത്തത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ അനുസരിക്കാനും എല്ലാ മുസ്ലിങ്ങളും ബ്രിട്ടീഷുകാർക്കെതിരായി തീരുമ്പോൾ വളരെ നാമമാത്രമായ ആൾക്കാർ മാത്രം, കാര്യബോധത്തിൽ അല്പം പിന്നിലായിട്ടുള്ളവർ എന്ന് പറയാവുന്നവർ ഒഴിച്ച് എല്ലാവരും ബ്രിട്ടീഷുകാർക്കെതിരായപ്പോൾ ബ്രിട്ടീഷുകാരെ അനുകൂലിക്കുന്ന, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് സ്തുതിഗീതങ്ങൾ പാടുന്ന ഒരു പ്രവാചകനെ അവതരിപ്പിക്കുകയാണ് അവർ ചെയ്തത്. ഞാൻ സൂചിപ്പിച്ചതുപോലെ സിയാൽക്കോട്ടിലെ ആർച്ച് ബിഷപ്പായിരുന്ന M.A. ബട്ട്ലറിനെയാണ് ഈ കാര്യങ്ങൾ ഏർപ്പാടാക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ ചുമതല ഏൽപ്പിച്ചതെന്ന്, അതൊക്കെ ഒരു ചരിത്ര സത്യമാണ്. കൂടുതൽ പഠനം നടത്തുകയും ഗവേഷണം നടത്തുകയും ചെയ്യുക എന്ന് മാത്രം ഈ അവസരത്തിൽ പറയുകയാണ്. ബ്രിട്ടീഷുകാർക്ക്
സ്തുതിഗീതങ്ങൾ പാടിക്കൊണ്ട് മിർസ സാഹിബിൻ്റെ ഒരുപാട് ഗ്രന്ഥങ്ങളിൽ ലിഖിതങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് രണ്ടെണ്ണം ഇവിടെ വായിക്കാൻ ഞാൻ നിർബന്ധിതനാണ്. മിർസ സാഹിബിൻ്റെ തിരിയാക്കുൽ ഖുലൂബ് എന്ന പുസ്തകത്തിലെ 15-ാം പേജിൻ്റെ പരിഭാഷയാണ് ഞാൻ വായിക്കുന്നത്. എൻ്റെ ആയുസിൻ്റെ സിംഹഭാഗവും ഈ ഗവൺമെൻറ്റിൻ്റെ അഥവാ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ സംരക്ഷണത്തിനും നിലനിൽപ്പിനും വേണ്ടി ചെലവഴിച്ചിരിക്കുന്നു. ഇംഗ്ലീഷ് ഗവൺമെൻറ്റിനെ അനുസരിപ്പിക്കാനും ജിഹാദ് നിരോധിക്കാനും വേണ്ടി ഞാൻ എഴുതി പ്രസിദ്ധീകരിച്ച ഗ്രന്ഥങ്ങളും ലഘുലേഖകളും ഒരുമിച്ച് കൂട്ടിയാൽ 50 അലമാരകൾ അവ കൊണ്ട് നിറയും. ഞാൻ അവ അറബ് നാടുകളിലും ഈജിപ്ത്, സിറിയ, കാബൂൾ, റോം തുടങ്ങിയ നാടുകളിലും എത്തിച്ചിട്ടുണ്ട്. മുസ്ലിങ്ങൾ എന്നും ഈ ഗവൺമെൻറ്റിൻ്റെ ഗുണകാംക്ഷികളാവാൻ ഞാൻ ഏറെ ശ്രമിച്ചിട്ടുണ്ട്. ഇത് വായിക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കാം ഈ പ്രവാചകൻ എന്തിനാണ് വന്നിട്ടുള്ളത് എന്നത്. മാത്രമല്ല മറ്റൊരു കാര്യം, ബ്രിട്ടീഷ് രാജ്ഞിയായിരുന്ന വിക്ടോറിയ മഹാരാജ്ഞിയുടെ ആയുരാരോഗ്യത്തിനു വേണ്ടിയും സ്വർഗത്തിലെ ഉപവിഷ്ട സ്ഥാനത്തിന് വേണ്ടിയുമൊക്കെ പ്രാർത്ഥിച്ചതും നമുക്ക് ഈ മിർസ സാഹിബിൻ്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് ലഭ്യമാണ്. മാത്രമല്ല അദ്ദേഹം എഴുതിയിട്ടുള്ള പല പുസ്തകങ്ങളുടെയും പേരുകളൊക്കെ എടുത്തുകൊണ്ട് അയാൾ ഈ ഗീതങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. ഈ സ്തുതി ഗീതങ്ങൾ നൂറുൽ ഹക്ക് 30-35 പേജുകളിൽ നിന്ന് ചില ഭാഗങ്ങൾ ശ്രദ്ധിക്കാം. നമുക്ക് അനുഗ്രഹം നൽകിയവരെ പ്രശംസിക്കാനും നന്മ ചെയ്തവരോട് നന്ദി ചെയ്യാനും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് നാം ഈ ഗവൺമെൻറ്റിന് നന്ദി കാണിച്ചതും ആവും വിധം സഹായിച്ചതും അവരുടെ ഗുണങ്ങൾ അറേബ്യ നാടുകളിലും റോമിലും പ്രസിദ്ധപ്പെടുത്തുകയും അവരെ അനുസരിക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുകയും ചെയ്തു. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ ബറാഹിന അഹമ്മദിയെ നോക്കട്ടെ, അത് അതിയായില്ലെങ്കിൽ എൻ്റെ അത്തബ്ലീഗ് എന്ന കൃതി വായിക്കുക. സമാധാനമാകുന്നില്ലെങ്കിൽ ഹമാമത്തുൽ ബുശ്റ പാരായണം ചെയ്യുക. ഇനിയും ശങ്ക ബാക്കിയാണോ ഷഹാദത്തുൽ ഖുർആൻ ശ്രദ്ധിക്കുക. പിന്നെ ഈ ഗ്രന്ഥം വായിക്കുന്നതിനും വിരോധമില്ല, അതായത് നൂറുൽ ഹക്ക്. ഏതായാലും ഗവൺമെൻറ്റിനെതിരെ ജിഹാദ് ഹറാമാണെന്ന് ഞാൻ ഉച്ചസ്ഥൈര്യം വിളിച്ചു പറഞ്ഞത് അവർ കേട്ടിട്ടുണ്ടാകും എന്നൊക്കെ പറയും. അപ്പോൾ ബ്രിട്ടീഷുകാരാണ് ഈ നബിയെ അയച്ചത് എന്ന കാര്യത്തെ പറ്റി നമ്മൾ സംശയിക്കേണ്ടതില്ല. തുടർന്ന് പറയുകയാണ്, ചുരുക്കത്തിൽ ഇയാളുടെ ഈ സ്തുതിഗീതങ്ങൾ ബ്രിട്ടീഷ് പാദപൂജ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയുള്ള സ്തുതിഗീതങ്ങൾ വിവരിച്ചുകൊണ്ടുള്ള ഇയാളുടെ പുസ്തകങ്ങൾ, ആ പുസ്തകങ്ങളിലെ ലിഖിതങ്ങൾ ഒരുപാട് പരതിയാൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ നിലക്ക് ബ്രിട്ടീഷുകാർ അയച്ചിട്ടുള്ള ബ്രിട്ടീഷുകാരുടെ കാര്യസാധ്യത്തിന് വേണ്ടി അവരുടെ ഗവൺമെൻറ് അവരുടെ ഭരണം നിലനിർത്തുന്നതിന് വേണ്ടി നിയോഗിച്ച ഈ പ്രവാചകൻ്റെ ജോലി കാര്യമായി ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരത്തിൽ നിന്ന് മുസ്ലിങ്ങളെ പിന്തിരിപ്പിക്കുകയും ജിഹാദ് ഹറാമാക്കുകയും അവരുടെ ഭരണം നിലനിർത്തുകയും ചെയ്യുക എന്നതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എൻ്റെ സമയം അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മിർസ സാഹിബിൻ്റെ പ്രബോധനങ്ങളിൽ മറ്റൊരു കാര്യം, ഈസ അലൈഹിസ്സലാം ആകാശത്ത് നിന്ന് വീണ്ടും വരികയില്ല എന്നും മരിച്ചുപോയി എന്നും അതിന് പകരക്കാരനാണ് ഞാൻ എന്ന അധ്യാപനവുമായിരുന്നു ഒരു കാര്യം ഉണ്ടായിരുന്നു. ഈസ അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് അഥവാ അദ്ദേഹത്തിൻ്റെ സ്ഥിതിയെ സംബന്ധിച്ച് വിശദമായി പ്രതിപാദിക്കാൻ പറ്റില്ല. മിർസ സാഹിബ് ഈസ അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് എന്തു പറഞ്ഞു
എന്ന് നമുക്ക് ഏതാനും വാക്കുകളിൽ നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും. മീർസ സാഹിബ് അദ്ദേഹത്തിൻ്റെ പ്രവാചകത്വം സ്ഥാപിക്കാനും ഈസ അലൈഹിസ്സലാം മരിച്ചുപോയി എന്ന് പ്രഖ്യാപിക്കാനും വേണ്ടി എഴുതിയിട്ടുള്ള ഒരു പുസ്തകമുണ്ട്, ഇസാലെ ഔഹാം. ആ ഇസാലെ ഔഹാമിൽ ഈസ അലൈഹിസ്സലാം മരിച്ചു എന്ന് സ്ഥാപിക്കാൻ വേണ്ടി 21 ആയത്തുകളാണ് അദ്ദേഹം വിശകലനം ചെയ്തത്. പക്ഷേ ഈസ അലൈഹിസ്സലാം മരിച്ചു, വീണ്ടും വരില്ല എന്ന് പറയുന്നതോടൊപ്പം ഈ നബിയുടെ അസ്തിത്വം തന്നെ, മീർസ എന്ന നബിയുടെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യുന്ന ഭാഗങ്ങൾ ഉൾക്കൊണ്ടുപോയത് തീർച്ചയായും അദ്ദേഹം അള്ളാഹുവിൻ്റെ പ്രവാചകനല്ല എന്നുള്ളതിന് കൂടി തെളിവാണ്. 21-ാമത്തെ ആയത്ത് ആയിട്ട് അദ്ദേഹം ഈസാലെ ഔഹാമിൽ എടുത്തു കൊടുത്തത് മാ കാന മുഹമ്മദുൻ അബാ അഹദി മിൻ റിജാലിക്കും വലാകിൻ റസൂലുള്ളാഹി വഖാതമൻ നബിയ്യീൻ എന്ന ആയത്താണ്. അദ്ദേഹത്തിൻ്റെ വിശദീകരണം കൂടി വായിക്കുകയാണെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളുടെയും പിതാവല്ല, അള്ളാഹുവിൻ്റെ ദൂതനാണ്, അള്ളാഹുവിൻ്റെ ദൂതന്മാരെ അവസാനിപ്പിക്കുന്നയാളുമാണ് എന്ന് വിശദീകരിച്ചതിന് ശേഷം ഈ ആയത്തുകൊണ്ട് ഈസ അലൈഹിസ്സലാം മരിച്ചുപോയി എന്ന് വ്യക്തമായി തെളിയുന്നുണ്ടല്ലോ എന്നാണ് അദ്ദേഹം സമർത്ഥിച്ചത്. ഈസ അലൈഹിസ്സലാമിനെ മരിപ്പിക്കുന്ന തിരക്കിൽ മീർസ എന്ന നബിയും കൂടി ഇല്ലാതായ കഥ അദ്ദേഹം മനസ്സിലാക്കുന്നില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ പ്രവാചകനാണെങ്കിൽ ഈ ഈസ ഖാതമുൻ നബിയ്യീൻ എന്നുള്ളതിന് ഖാദിയാനികൾ അർത്ഥം പറയാനുള്ള ശ്രേഷ്ഠ പ്രവാചകൻ എന്നാണ്. പക്ഷേ മീർസ സാഹിബ് ഇവിടെ അർത്ഥം പറഞ്ഞത് ഖതം കർണേ വാല നബിയോങ്ക, നബിമാരെ അവസാനിപ്പിക്കുന്നയാൾ എന്ന്. അത് ഉറുദുവിലാണെങ്കിൽ മലയാളത്തിൽ ഈ ഖാദിയാനികൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഇശായത്തുകാർക്കുള്ള മറുപടി എന്ന പുസ്തകത്തിൽ 51-ാമത്തെ പേജിൽ ആ ഖാദിയാനി മുബല്ലിഗ് തന്നെ ആ കാര്യം അങ്ങനെ തന്നെയാണ് അർത്ഥം എന്ന് പറയുകയുണ്ടായിട്ടുണ്ട്. വിശദ പഠന അവസരത്തിൽ പരിശോധിക്കാൻ വേണ്ടി പറഞ്ഞു തരിക എന്ന് മാത്രം. അപ്പോൾ ഖതം കർണേ വാല നബിയോങ്ക, നബിമാരെ അവസാനിപ്പിക്കുന്ന ആളാണ് മുഹമ്മദ് റസൂലുള്ള എങ്കിൽ മീർസ സാഹിബിന് എങ്ങനെ ഇവിടെ ഒരു ചാൻസ് ഉണ്ടാകും എന്ന് നാം ചിന്തിക്കുക. അപ്പോൾ അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ കുഴി തോണ്ടി എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. ഇനി 1-2 സംഗതികളൂടെ പറഞ്ഞുകൊണ്ട് വളരെ ചുരുക്കി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്യുജ്വലമായ മുഅ്ജിസത്തുകളും ജനങ്ങളെ ആഴത്തിൽ മനസ്സിൽ പതിക്കുന്ന തരത്തിലുള്ള ദൃഷ്ടാന്തങ്ങളുമായിട്ടാണ് ജനങ്ങളുടെ മുമ്പിൽ ജനങ്ങളെ സമർപ്പിച്ചിട്ടുള്ളത്, ജനങ്ങളിൽ അവതരിക്കേണ്ടായിട്ടുണ്ട്. 23 വർഷത്തെ പ്രവാചകത്വ ജീവിതം കൊണ്ട് ലോകത്ത് അത്യുത്കൃഷ്ടമായിട്ടുള്ള ഒരു സമൂഹത്തെയാണ് റസൂലുള്ള സൃഷ്ടിച്ചെടുത്തത്, അഥവാ റസൂലുള്ള മുഖേന അല്ലാഹു തആല രൂപപ്പെടുത്തിയിട്ടുള്ളത്. റസൂലുള്ളയുടെ വാക്കുകളിലോ കാര്യങ്ങളിലോ വൈരുദ്ധ്യങ്ങളോ അല്ലെങ്കിൽ പിൽക്കാലത്ത് അവമതിക്കപ്പെടാവുന്ന കാര്യങ്ങളോ നമുക്ക് കാണാൻ സാധ്യമല്ല. എന്നാൽ ഈ നബിയുടെ അഥവാ മീർസ ഗുലാം അഹമ്മദ് ഖാദിയാനിയുടെ വാക്കുകളിലും പ്രവചനങ്ങളിലും പ്രവർത്തനങ്ങളിലുമൊക്കെ എത്രയോ വൈരുദ്ധ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. സാമ്പിളിന് 1-2 പറയട്ടെ. നമ്മൾ ഒരു കടയിൽ പോയിട്ട് 5 ഉറുപ്പ്യാണ് നമ്മളിവിടെ ഈ നഗരിയിൽ ചായക്ക് വില. 5 ഉറുപ്പ്യ എന്ന് പറഞ്ഞാൽ 500 പൈസ. 5 പൈസയുടെ ഒരു നാണയത്തൊട്ട് കൊടുത്തിട്ട് 5ഉം 500ഉം തമ്മിൽ പൂജ്യങ്ങളുടെ വ്യത്യാസമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ചായക്ക് 5 പൈസ എടുത്തു കൊടുത്താൽ എന്തായിരിക്കും സ്ഥിതി നമ്മൾ ചിന്തിക്കുക. എന്നാൽ ഈ നബി മീർസ സാഹിബ് ഇങ്ങനെ ആൾക്കാരെ പറ്റിച്ച ഒരു കഥയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. മീർസ സാഹിബ് ബറാഹിനെ അഹമ്മദിയ എന്ന 50 വാള്യങ്ങളുള്ള ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കാൻ വേണ്ടി അനൗൺസ് ചെയ്യുന്നു. ഞാനിതാ ബറാഹിനെ അഹമ്മദിയ എന്ന തരത്തിൽ പ്രവാചകത്വത്തിൻ്റെ തെളിവുകൾ 300 തെളിവുകൾ, ആ എണ്ണത്തിൽ കുറേ കാട്ടുകൂട്ടൊക്കെ ഉണ്ട്,
അവതരിപ്പിച്ചുകൊണ്ട് വ്യക്തമാക്കിക്കൊണ്ട് ഞാൻ 50 വാള്യങ്ങളുള്ള ഒരു ബൃഹത് ഗ്രന്ഥം എഴുതാൻ പോവുകയാണ്, അതിന് എന്നെ സഹായിക്കണം, സാമ്പത്തികമായി സഹായിക്കണം എന്ന് പറഞ്ഞ് പല ആൾക്കാരിൽ നിന്നും ഒരുപാട് പൈസ ആ ബറാഹിന അഹമ്മദിയയുടെ പല വാള്യങ്ങളിലും ശേഷമുള്ള പുസ്തകങ്ങളിലും ഒക്കെ അദ്ദേഹം ആ പേരുകൾ പ്രസിദ്ധീകരിക്കേണ്ടായിട്ട് ആൾക്കാർ പൈസ തന്നതും കാര്യമൊക്കെ. ഈ 50 വാള്യങ്ങളുള്ള പുസ്തകങ്ങൾ അയാൾ പ്രസിദ്ധീകരിക്കും എന്ന് പറഞ്ഞിട്ട് അഞ്ചാമത്തെ വാള്യം ബറാഹിന അഹമ്മദിയുടെ വാള്യങ്ങളുടെ കട്ടിയും കാനൊന്നും ഞാൻ പറയുന്നില്ല, 5ാമത്തെ വാള്യം ഇറക്കിക്കൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഈ ഞാൻ 50 വാള്യങ്ങൾ എന്നായിരുന്നു നിങ്ങളോട് പറഞ്ഞിരുന്നത്, ഇത് 5ാമത്തെ വാള്യം ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു. 5ഉം 50ഉം തമ്മിൽ ഒരു 0ൻ്റെ വ്യത്യാസമല്ലേ ഉള്ളൂ എന്ന് അദ്ദേഹം പറയുകയാണ്. ഞാൻ ബറാഹിന അഹമ്മദിയ വാള്യം 5 മുഖവുരയുടെ പേജ് 7 ഇതിൻ്റെ വിവർത്തനം മാത്രമേ വായിക്കുന്നുള്ളൂ. ഈ വാള്യത്തിൻ്റെ ആദ്യ താളുകളിൽ, അതായത് ബറാഹിന അഹമ്മദിയുടെ വാള്യത്തിൻ്റെ ആദ്യ താളുകളിൽ ഓരോ പേജിൻ്റെയും മുകളിൽ നുസ്രത്തുൽ ഹക്ക് എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നീട് നേരത്തെ പ്രസിദ്ധീകരിച്ച 4 വാള്യങ്ങളുടെ തുടർച്ചയാണെന്ന് ഓർമ്മിപ്പിക്കാനായി ഓരോ പേജിലും ബറാഹിന അഹമ്മദിയ വാള്യം 5 എന്നും എഴുതിയിട്ടുണ്ട്. നേരത്തെ 50 ഭാഗങ്ങൾ എഴുതാൻ ഉദ്ദേശിച്ചിരുന്നു, ഇപ്പോൾ 5ൽ മതിയാക്കുകയാണ്. 5ഉം 50ഉം തമ്മിൽ 0ൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അതുകൊണ്ട് 5 വാള്യങ്ങൾ കൊണ്ട് ഉള്ള വാഗ്ദാനം പൂർത്തിയായി. ബറാഹിന അഹമ്മദിയ വാള്യം 5 മുഖവുര പേജ് 7. ഏക്ക് നുക്താക്കെ ഫറക്ക് ഹേ എന്നാണ് ഉറുദുവിൽ അദ്ദേഹം എഴുതി വെച്ചത്. ആ നുക്ത എന്ന് പറഞ്ഞാൽ പുള്ളി അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് കാദിയാനി പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കാറുണ്ട്. ഉറുദുവിൻ്റെ സാമാന്യ ബോധമുള്ള ആൾക്കാർക്കറിയാം എന്താണ് നുക്ത എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നുള്ളത്. അപ്പോൾ ഈ ജാതി ഒരു ഭൗതികമായ തട്ടിപ്പ്. പരലോകത്തെത്തുമ്പോൾ ഒരു സ്ഥലത്ത് ഇല്ലാൽ ഒരുപാട് സ്ഥലത്തിൻ്റെ പ്രതിഫലമുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ അനുഭവിക്കുന്നതും വായിച്ചതും മനസ്സിലാക്കിയതുള്ളതാണ്. അത് പക്ഷേ അത് പരലോകത്താണ്. ഈ ദുനിയാവിൽ നമ്മൾ അങ്ങനെ ഏറെ കൊടുക്കാൻ തുടങ്ങിയാൽ അത് ആൾക്കാർ അംഗീകരിക്കുകയില്ല. ഞാൻ നേരത്തെ പറഞ്ഞേ, ഈ ചായക്കാരൻ നമ്മളെ പെരടിക്ക് പിടിക്കുക എന്നുള്ള അവസ്ഥയാണ് ഉണ്ടായിത്തീരുക എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ തരത്തിൽ വളരെ വ്യക്തമായി ജനങ്ങളൊക്കെ അപഹസിക്കുന്ന തരത്തിലുള്ള ഈ കൈക്രിയ അല്ലെങ്കിൽ കൃത്രിമം നടത്തിയ ഒരു പ്രവാചകനെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്, അഥവാ കാദിയാനികളുടെ ആഹ്വാനപ്രകാരം എന്ന് നാം മനസ്സിലാക്കുക. മറ്റൊരു കാര്യം, പ്രവാചകന്മാരെ ആരെയും അപഹസിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യാൻ പാടില്ല എന്ന് മാത്രമല്ല, അവരൊക്കെ ഏറ്റവും ശ്രേഷ്ഠന്മാരും ഉന്നതന്മാരുമായിരുന്നു എന്ന് വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമാണല്ലോ. ഈസ അലൈഹി ഇസ്ലാമിൻ്റെ പകരക്കാരൻ എന്ന തരത്തിൽ, അതായത് മസീലു ഈസ അല്ലെങ്കിൽ ലില്ലി ഈസ എന്നൊക്കെ പറഞ്ഞിട്ട് അവതരിച്ച മിർസ സാഹിബ് ഈസ അലൈഹി ഇസ്ലാമിനെയും അദ്ദേഹത്തിൻ്റെ വിശുദ്ധയായ മാതാവിനെയും എന്ന് മാത്രമല്ല മറിയമിൻ്റെ പ്രപിതാക്കന്മാരും പ്രമാതാക്കളുമായിട്ടുള്ള ആൾക്കാരെയുമൊക്കെ വളരെ കടുത്ത രൂപത്തിൽ ആക്ഷേപിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒരൊറ്റ ഭാഗം മാത്രം, ഒരു ഭാഗം മാത്രം ഞാൻ വായിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അഞ്ചാമേ ആദം എന്ന പുസ്തകത്തിൽ അദ്ദേഹം 5ാമേ ആദം പേജ് 7 ഹാഷ്യയിൽ കൊടുത്ത കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ, അതായത് ഈസാ നബിയുടെ കുടുംബം അങ്ങേയറ്റം പരിശുദ്ധവും ഉത്കൃഷ്ടവുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ 3 പിതാമഹികളും മാതാമഹികളും വേശ്യകളും ദുർനടത്തക്കാരുമായിരുന്നു. അവരുടെ രക്തത്തിലാണ് അയാൾ ജനിച്ചത്, അഥവാ ഈസാ നബി ജനിച്ചത്. ഇത് അദ്ദേഹത്തിൻ്റെ ദിവ്യത്വത്തിന് അനിവാര്യമായിരിക്കാം. തേവിടിശികളുമായുള്ള അദ്ദേഹത്തിൻ്റെ സമ്പർക്കവും സഹവാസവും ഒരു പക്ഷേ പാരമ്പര്യത്തിൻ്റെ തേട്ടമായിരിക്കാം. ഈ മഗ്ദലന മറിയം എന്ന സ്ത്രീയുടെ അവരുടെ പരാമർശവും കാര്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അല്ലാതെ ഭക്തനായ ഒരാൾ യുവതിയായ വേശ്യക്ക് തൻ്റെ തലയിൽ അവിശുദ്ധ കൈകൾ കൊണ്ട് സ്പർശിക്കാനും വ്യഭിചാരത്തിൽ നിന്നുള്ള സമ്പാദ്യത്തിൻ്റെ നാറി അത്തർ പൂശാനും തലമുടി കൊണ്ട് കാലുകൾ തുടക്കാനും അനുവദിക്കുമോ? അദ്ദേഹം എങ്ങനെയുള്ള ആളായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ബുദ്ധിയുള്ളവർക്ക് ഇതൊക്കെ മതി.
അപ്പം ഈസാ അലൈഹി ഇസ്ലാമിൻ്റെ ദാദിയാം ഔർ നാനിയാം മാതാമഹികളും പിതാമഹികളും മഹന്മാരുമായിട്ടുള്ള ആൾക്കാർ വ്യഭിചാരികളായിരുന്നു, അല്ലെ വ്യഭിചാര സന്തതികളാണ് എന്ന് പറയാൻ മാത്രം ദാർഢ്യം കാണിച്ച ഒരു പ്രവാചകൻ ഏത് അർത്ഥത്തിൽ ഏത് തരത്തിൽ പ്രവാചകനായിത്തീരും എന്ന് നാം ചിന്തിക്കുക. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ വിഷയത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങൾ എന്തെങ്കിലും ആയിട്ട് അവതരിപ്പിക്കാൻ സാധിച്ചു എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, നേരിയ സൂചനകൾ മാത്രം പറയാനേ എനിക്ക് അവസരമുണ്ടായിട്ടുള്ളൂ. ഈ കാര്യം ബാധിച്ച ആൾക്കാർ, തലവേദന ഉള്ള സ്ഥലത്താണല്ലോ, അല്ലെങ്കിൽ തലവേദന ഉള്ള ആൾക്കാർക്കാണല്ലോ തലവേദനയ്ക്ക് ഗുളിക തരേണ്ടത്. അല്ലാത്ത എല്ലാ അവസരത്തിലും തലവേദനയ്ക്ക് ഗുളികയായിട്ട് നമ്മൾ നടക്കേണ്ട കാര്യമില്ല. കീശയിൽ നമ്മൾ ആ ഗുളികകൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമില്ല, ഉണ്ടെങ്കിൽ മതി. അഥവാ കാദിയാനികളുടെ ബാധ ഉള്ള പ്രദേശങ്ങളിൽ അവിടെ ഏതെങ്കിലും തരത്തിൽ അവരുമായി സംവദിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ സൂചന മനസ്സിലാക്കാൻ വേണ്ടി മാത്രം, അതിനുവേണ്ടി മാത്രം ഈ കാര്യം പരാമർശിക്കുകയാണ്. ഈ സംഘാടകർ ഇതുകൊണ്ട് ഉദ്ദേശിച്ചതും ഇത് മാത്രമായിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അല്ലാതെ ഒരു പ്രവാചകനെ മൊത്തത്തിൽ വിശകലനം ചെയ്യാനോ അയാളുടെ പ്രബോധന കാര്യങ്ങളും അയാളുടെ സ്വഭാവങ്ങളും കാര്യങ്ങളും ഒക്കെ വിശദീകരിക്കാനോ ഒരിക്കലും ഈ സമയം മതിയാവുകയില്ല എന്നുള്ളത് അറിയാമല്ലോ. ഞാൻ കൊടിയത്തൂർ സ്വദേശിയാണ്. കൊടിയത്തൂർക്കാരായ ഞങ്ങൾ കുറച്ച് ആൾക്കാർ അഞ്ചുമൻ ഇഷായത്തെ ഇസ്ലാം എന്ന അടിസ്ഥാനത്തിൽ ഒരു സംഘം രൂപീകരിക്കുകയും കാദിയാനികൾക്കെതിരെ സംഘടിതമായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തകർ ഈ സദസ്സിൽ തന്നെ ഉണ്ട്. പി അബ്ദുറഹ്മാൻ, കാക്കിരി അബ്ദുള്ള, എം അബ്ദുസ്സലാം പോലുള്ള ആൾക്കാരുണ്ട്. ഞങ്ങൾ കുറേ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുകയും പല പ്രസാധകരെ കൊണ്ട് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ വിഷയത്തെ സംബന്ധിച്ച്. അപ്പോൾ ഈ വിഷയവുമായി കൂടുതൽ ബന്ധപ്പെടണം, വേണ്ട സന്ദർഭം ഉണ്ടായിട്ടുള്ള ആൾക്കാർ ആ പുസ്തകങ്ങൾ തേടിപ്പിടിക്കുകയും എന്നിട്ട് അതിനെ സംബന്ധിച്ച് പഠിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഏറ്റവും അവസാനം പി അബ്ദുറഹ്മാൻ സാഹിബ് രചിച്ചിട്ടുള്ള കാദിയാനിസത്തിനെതിരെ 96 രേഖകൾ എന്നൊരു പുസ്തകം, ഏറ്റവും ചുരുങ്ങിയത് അതെങ്കിലും വായിക്കുകയാണെങ്കിൽ 96 രേഖകൾ എന്ന് പറഞ്ഞത് മീർസ സാഹിബിൻ്റെയും കാദിയാനി ഗ്രന്ഥങ്ങളുടെയും ഭാഗമായിട്ട് കാണിച്ചിട്ടുള്ളതാണ്. ഈ തലയും വാലും വെട്ടി ഇശായത്തുകാർ പ്രസിദ്ധീകരിക്കുന്നു എന്ന വാദം അവസാനിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് വായിക്കുകയാണെങ്കിൽ ഈ കാദിയാനിസത്തിനെ സംബന്ധിച്ചുള്ള ഏകദേശം ഒരു ധാരണ നമുക്ക് ലഭ്യമാണ്. ഇതിൻ്റെ ബാധയുള്ള ആൾക്കാർ തീർച്ചയായും ഈ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം. അല്ലാത്തവർക്ക് വലിയൊരു ആവശ്യമൊന്നുമില്ല, അത്യാവശ്യമൊന്നും അല്ല. ഈ ഇതിൻ്റെ ഇടയിൽ തേങ്ങ ഉടക്കുന്നതിൻ്റെ ഇടയിൽ ഈ ചിരട്ട ഉടക്കുകയാണ് എന്ന് പരിഹസിക്കേണ്ട എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കാര്യങ്ങൾ ഗ്രഹിക്കാനും അതിൻ്റെ ശരിയായ രീതിയിൽ പ്രവർത്തിക്കാനും പ്രചരിപ്പിക്കാനും ഒക്കെ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.